പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപ്കട്ടിന്റെ മറ്റൊരു ഫീച്ചറാണ്. മറ്റൊന്നുമല്ല, ക്യാപ്കട്ട് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിലൊന്നാണ് നിങ്ങളുടെ ഫേസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇട്ടേക്കുന്ന ഡ്രസ്സിനെയോ ബാധിക്കാത്ത തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടും ക്വിക്കായിട്ടും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് നമുക്ക് ക്യാപ്കട്ടിൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതെന്ന് നേരെ നോക്കാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ ക്യാപ്കട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ നേരെ ക്യാപ്കട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നിരവധി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കാണാം. റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഓട്ടോ റിമൂവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ബ്ലർ ആവുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ആവുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ബ്ലർ ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ക്വിക്കായിട്ട് റിമൂവ് ആയേക്കുന്നത്. കുറച്ച് ടൈം എടുത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇതുപോലെ റിമൂവ് ആവുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ചില വീഡിയോസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഗങ്ങളൊന്നും കിട്ടാതെയും അല്ലാതെയൊക്കെ പോവും. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പ്രീമിയം ആപ്ലിക്കേഷൻ ആണ്. അതായത് ക്യാപ്കട്ടിൻ്റെ പ്രീമിയം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ടൂളാണ് കസ്റ്റം റിമൂവൽ എന്ന് പറയുന്ന ഒരു ടൂള്. ഈ ടൂൾ യൂസ് ചെയ്ത് ക്വിക്ക് ബ്രഷ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വേണ്ട ആ ഒരു പോർഷൻസ് മാത്രം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു ക്വിക്ക് ബ്രഷ് എന്ന് പറയുന്ന ടൂൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് വേണ്ട ആ ഒരു പോർഷൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഫേസും എൻ്റെ ബോഡിയും ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ബാലൻസ് പോർഷൻ വേണമെങ്കിൽ ആ ഒരു പോർഷനും എനിക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും എൻ്റെ ഫേസും ബോഡീസും കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ബോഡിൻ്റെയും ഇത് വേണം. ആ ഒരു ബോർഡും കൂടി എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു ബോർഡിനെ നമുക്ക് ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ടൂള് കാര്യങ്ങളൊക്കെ എനേബിൾ ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മോഡാപ്പിക്ക കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു ടൂള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറേസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സ്ട്രോക്ക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ക്യാപ്കട്ടിൻ്റെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.